കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധിയും സുധീഷും തമ്മിലുള്ള സംസാരമാണ് കാണിക്കുന്നത്. എല്ലാവരും വീട്ടിൽ നിന്ന് പോയതോടുകൂടി തന്നെ വീടിൻ്റെ ഉമ്മറത്ത് വന്നിരുന്ന നികേഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ലേ ഏട്ടത്തി, നമുക്കെന്താ പിന്നെ ആഹാരം കഴിച്ചാലോ എന്ന്. നിധിക്ക് അപ്പോഴും നല്ല വിശപ്പ് തോന്നി തുടങ്ങിയിരുന്നു. ആ, നമുക്ക് കഴിക്കാം നികേഷേ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് എന്നാൽ മറുപടി നൽകി. പക്ഷേ നിധിയുടെ മനസ്സിൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഉണ്ണാൻ, ഇനിയിപ്പോൾ സുഭാഷ് ഏട്ടനോ മറ്റോ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് അവൾ തിരക്കി. അപ്പോൾ നികേഷ് പറഞ്ഞു, ഏയ്, സുഭാഷ് ഏട്ടനെ രാവിലെ തന്നെ ചോറൊക്കെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുപോകും. പുള്ളിക്ക് ഉച്ചയ്ക്ക് തന്നെ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പറ്റില്ല. പിന്നെ സുധീഷ് ഏട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ആഹാരം കഴിക്കുന്ന പതിവേ ഇല്ല. ഹരീഷേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഉച്ചക്ക് ഉണ്ണാൻ എപ്പോഴും എത്താറുണ്ട്. ആ, എന്നാൽ പിന്നെ ഹരീഷ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് നിധി പറഞ്ഞു. വന്നാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഉണ്ണാമല്ലോ എന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു ബൈക്കിൻ്റെ ശബ്ദം വരുന്നത് കേൾക്കുന്നത്. ദേ, ഹരീഷ് വന്നു. ഹരീഷ് നല്ലൊരു മൂഡിലായിരുന്നു. ബൈക്ക് അവിടെ സൈഡിൽ ഒതുക്കി നിർത്തി നേരെ ആവേശത്തോടെ അകത്തേക്ക് കയറി വന്നു. അപ്പോൾ നികേഷ് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ദേ, ഇപ്പോഴേ ഏട്ടനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതേയുള്ളൂ എന്ന്. എന്നെക്കുറിച്ചോ? ആരോട്? എന്ത്? ഹരീഷ് ആകാംക്ഷയോടെ ചോദിച്ചു. നികേഷ് പറഞ്ഞു, ദേ, നമ്മുടെ ഈ ഏട്ടത്തിയമ്മയോട്. ഏട്ടത്തിയമ്മയോ എന്ന് കേട്ടതും ഹരീഷ് ഒന്ന് പെട്ടെന്ന് പകച്ചുപോയി. പുള്ളി അത്രക്കങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നിധി അവിടെ തന്നെ കാണുമെന്ന്. നിധിയുടെ മുഖം കണ്ടതും ഹരീഷിന് ആകെപ്പാടെ വല്ലാത്തൊരു ചമ്മൽ. കാരണം രാവിലെ ആ വെള്ളം മുഖത്തേക്ക് വീണതിൻ്റെ പേരിൽ പുള്ളി കുറേയധികം തല്ലുണ്ടാക്കിയതും ചീത്ത വിളിച്ചതുമൊക്കെയല്ലേ നിധിയെ. ആ ശകാരമൊക്കെ പുള്ളിയുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിധിയെ നോക്കാൻ പുള്ളിക്ക് വല്ലാത്തൊരു നാണക്കേടായിരുന്നു. പെട്ടെന്ന് തന്നെ ഹരീഷ് അവിടെ നിന്ന് തടി തപ്പാനായി പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ നികേഷ് വിട്ടില്ല. അവൻ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അല്ല ചേട്ടാ, ഇതെങ്ങോട്ടേക്കായി പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിശക്കുന്നില്ലടാ എന്നും പറഞ്ഞ് ഹരീഷ് ഒരുവിധം ഒഴിഞ്ഞു മാറാൻ നോക്കി. ആഹാ, ഇതെന്തൊരു പോക്ക, ഉണ്ണാൻ വേണ്ടി വന്നതല്ലേ, കഴിച്ച് വയറ് നിറച്ച് പോയാൽ മതി എന്ന് നികേഷ് നിർബന്ധം പിടിച്ചു. എടാ, എനിക്ക് വേണ്ടടാ, എന്നെ വിട്, എനിക്കിപ്പോൾ ഒട്ടും വിശപ്പില്ല എന്നും പറഞ്ഞ് നികേഷ് വിടാനൊന്നും തയ്യാറായിരുന്നില്ല. ആകെ വല്ലാത്തൊരു അവസ്ഥയിലായ ഹരീഷ് കഷ്ടപ്പെട്ട് തന്നെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും പാഞ്ഞു. ആ കാഴ്ച കണ്ടതും നിധിക്ക് ചിരി അടക്കാനായില്ല. എന്തു പറ്റി എന്ന് ഹരീഷിനോട് അവൾ ചോദിച്ചപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അത് മനസ്സിലായില്ലേ ഏട്ടത്തിക്ക്? രാവിലത്തെ ആ പ്രശ്നമേ, മുഖത്ത് വെള്ളമൊഴിച്ചപ്പോൾ ചേച്ചിക്ക് കുറിച്ച് ചീത്ത പറഞ്ഞത് ഓർമ്മയില്ലേ? അതിൻ്റെ ഒരു ജാള്യത ഇതുവരെ അങ്ങോട്ടേക്ക് മാറിയിട്ടില്ല. അയാൾ ഇങ്ങനെ തന്നെയാ, ആൾ ഇത്തിരി നാണക്കാരനാണ്. ഇനിയിപ്പോൾ അത് ശരിയാവാൻ കുറച്ച് സമയമെടുക്കുമായിരിക്കും. സാരമില്ല, അധികം വൈകാത്തത് തന്നെ അതങ്ങ് മാറിക്കോളും. അല്ല, ഇതൊക്കെ നികേഷിന് എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് അറിയാമെന്ന് നിധി ചോദിച്ചപ്പോൾ പിന്നെ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് പറയുകയാണല്ലോ എന്നവൻ ഒരു ഗമയിൽ തന്നെ മറുപടി നൽകി. ഓ, പിന്നെ വലിയ ജീവിതാനുഭവമുള്ള ഒരാൾ വന്നിരിക്കുന്നു. എത്ര വയസ്സുണ്ട് ഈ 19കാരന് എന്ന് നിധി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏട്ടത്തിയമ്മക്ക് എത്ര വയസ്സുണ്ട് എന്ന് ചോദിച്ചപ്പോൾ 22 എന്ന് നിധി പറഞ്ഞു. അന്നേരം നികേഷ് ചോദിച്ചു, എന്നേക്കാളും വെറും 3 വയസ്സല്ലേ കൂടുതലുള്ളൂ, അതിനാണോ ഇപ്പോൾ ഈ പടുകൂറ്റൻ ബിൽഡപ്പൊക്കെ? ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അതിപ്പോൾ 2-3 വയസ്സാണെങ്കിലും കൂടുതൽ തന്നെയല്ലേ. അങ്ങനെ ഒടുവിൽ അവർ രണ്ടുപേരും കൂടി അടുക്കളയിലേക്ക് നീങ്ങി. അപ്പോഴാണ് നികേഷ് മറ്റൊരു കാര്യം ഓർത്തത്. അയ്യോ, രാവിലെ സുഭാഷ് ഏട്ടൻ പോകുമ്പോൾ മുട്ട പൊരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ കാര്യം തീരെ അങ്ങ് മറന്നുപോയി. നമുക്കെന്നാ പിന്നെ ഒരു ഓംലേറ്റ് അടിച്ചാലോ എന്നും അവൻ ചോദിച്ചു. നിധിക്ക് ചെറിയൊരു സങ്കടം തോന്നി. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എനിക്ക് ഓംലേറ്റ് അടിക്കാനൊന്നും അറിയില്ല, അതാണ് എന്ന് നിധി പറഞ്ഞു. ഏയ്, അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാമെന്നും പറഞ്ഞ് നികേഷ് മുട്ടയൊക്കെ എടുത്ത് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നിധി പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ സബോളയൊക്കെ അരിഞ്ഞ് എല്ലാം തന്നെ റെഡിയാക്കി തരാമെന്ന് പറയും. അങ്ങനെ സബോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് നികേഷ് പണിയെ തുടങ്ങുമ്പോൾ നിധി അവനെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചു, അല്ല നികേഷേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എപ്പോഴും ആഹാരം ഉണ്ടാക്കുന്നത് സുഭാഷ് ഏട്ടൻ തന്നെയാണോ? അതെ, സുഭാഷ് ഏട്ടൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അല്ല, അപ്പോൾ നിങ്ങളുടെ അമ്മ എപ്പോഴാണ് മരിച്ചു പോയതെന്ന് പറയാമോ? ഇത് കേട്ടതും നികേഷിൻ്റെ ആ പ്രസന്നമായ മുഖം പെട്ടെന്ന് തന്നെ അങ്ങ് മങ്ങിപ്പോയി. വല്ലാത്തൊരു സങ്കടം അവനെ വന്നു മൂടിയിരുന്നു. അത് പിന്നെ ഏട്ടത്തിയമ്മേ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടതായിട്ട് ഓർക്കുന്നു പോലുമില്ല. എനിക്കെൻ്റെ അമ്മയും ചേട്ടനും എല്ലാം സുഭാഷ് ഏട്ടനാണ്. കുഞ്ഞുനാൾ മുതൽ ചേട്ടൻ അടുക്കളയിൽ കയറി ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ചേട്ടൻ ഒരു 10-12 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത് എന്ന് തോന്നുന്നു. അന്നു മുതൽ ഈ വീടിൻ്റെ സാരഥ്യം പുള്ളി അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. ഞങ്ങളെ പോറ്റിയതും ആഹാരം ഉണ്ടാക്കി തന്നതും എല്ലാം തന്നെ പുള്ളിയാണ്. പണ്ട് ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അന്നൊക്കെ ഒരു അമ്മയുടെ വാത്സല്യം തന്ന് എന്നെ വളർത്തിയതെല്ലാം തന്നെ എൻ്റെ സുഭാഷ് ഏട്ടനാണെന്ന് കരഞ്ഞുകൊണ്ട് പറയും. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നികേഷിൻ്റെ കണ്ണുകളെല്ലാം ഈറഞ്ഞണിഞ്ഞിരുന്നു. നിധിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. നിധിയുടെ മനസ്സ് വേദനിച്ചു. വെറുതെ ആ കാര്യം ചോദിക്കേണ്ടിയിരുന്നില്ല എന്നവൾക്ക് തോന്നിപ്പോയി. പിന്നീട് നികേഷ് പറഞ്ഞു,
അപ്പോൾ ഏട്ടത്തിയമ്മ വന്നതിന് ശേഷമാണ് എനിക്കൊരു ആശ്വാസം തോന്നിയത്. അല്ലെങ്കിൽ എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ എനിക്കിവിടെ ഇരിക്കാൻ ഭയങ്കര മടുപ്പായിരുന്നു. ആരോട് സംസാരിക്കാനാണ് ഞാൻ? ഈ വീടിൻ്റെ ചുമരുകൾ മാത്രമേ കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. ഏട്ടത്തി വന്നതുകൊണ്ട് ഇപ്പം എനിക്ക് നല്ലൊരു കമ്പനിയായി. ആ ഉള്ളി തൊലി കളയാതെ കയ്യിൽ പിടിച്ചിരുന്നത് കണ്ടുകൊണ്ട് തന്നെ നികേഷ് ചോദിച്ചു, അതെ, ഈ ഉള്ളി ഇന്നത്തേക്കുള്ളതാണോ? ഇതിങ്ങ് തന്നേ, അല്ലെങ്കിൽ രാത്രി അത്താഴമാവുമ്പോഴേക്കും ഇത് പൊളിച്ചു തീരില്ല. നിധി അത് ചിരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ പെട്ടെന്ന് തന്നെ അതെല്ലാം തൊലി കളഞ്ഞ് വേഗം തന്നെ അത് അരിഞ്ഞ് റെഡിയാക്കി. എന്നിട്ട് നന്നായിട്ട് തന്നെ മുട്ട അടിക്കുന്നുണ്ട്. അല്ല, ഇതെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിധി ചോദിച്ചപ്പോൾ, ഇങ്ങനെ അടിച്ചാലേ ഓംലെറ്റിന് നല്ല രുചി ഉണ്ടാവൂ എന്ന് സുഭാഷേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് അവൻ മറുപടി നൽകി. എനിക്ക് ചായ വെക്കാനും ഓംലെറ്റ് ഉണ്ടാക്കാനും ഒക്കെ മാത്രമേ അറിയൂ. സുഭാഷേട്ടൻ എന്നെ അടുക്കളയിലൊന്നും തന്നെ കയറാൻ സമ്മതിക്കില്ല. നീ പോയി പഠിക്ക്, നീ കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പുള്ളി ഇതെല്ലാം തന്നെ ഒറ്റയ്ക്ക് ചെയ്യും. ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ സുഭാഷേട്ടൻ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ നികേഷ് തന്നെ നിധിക്കും അവനുമുള്ള ചോറ് വിളമ്പി. രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ നിധിക്ക് അവനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി. പാവം, അവൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള കഷ്ടപ്പാടുകൾ കേട്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. നേരം ഇരുട്ടി, രാത്രിയായി. നികേഷും സുധീഷും കൂടി ഉമ്മറത്ത് നിന്ന് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ഭാസ്കരൻ മുറ്റത്ത് നിന്ന് പതുക്കെ ഒരു പാട്ട് പാടുന്നുണ്ട്. അത് കേട്ടപ്പോൾ കൊള്ളാമല്ലോ, നല്ല പാട്ടാണല്ലോ എന്ന് നിധി പറഞ്ഞു. നികേഷ് അപ്പോൾ തന്നെ തമാശ രൂപേണ ചോദിച്ചു, എന്നാൽ പിന്നെ നമുക്ക് അച്ഛനെ ഏതെങ്കിലും റിയാലിറ്റി ഷോയിലേക്ക് അങ്ങ് വിട്ടാലോ? സുധീഷും അതിൽ കൂടി അച്ഛന് തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടുമെന്നും പറഞ്ഞു. ഇതിനിടയിൽ തന്നെ സുധീഷ് അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു, അല്ല സുഭാഷേ, ഇന്നെങ്ങാനും വല്ലതും നടക്കുമോ? വിശന്നിട്ട് വയറ്റിൽ തീ കത്തുന്നുണ്ട്. സുഭാഷ് പറഞ്ഞു, ഇപ്പം തന്നെ എല്ലാം ഒരു 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാം. അരി കഴുകിയിരുന്നതേയുള്ളൂ. നിധി നേരെ അടുക്കളയിലേക്ക് ചെന്ന് പറഞ്ഞു, സുഭാഷേട്ടാ, ഞാൻ വല്ലതും സഹായിക്കണോ? ഏയ് വേണ്ട മോളെ, നീ അവിടെ പോയിരുന്നോ? സുഭാഷ് സ്നേഹത്തോടെ പറഞ്ഞു. പക്ഷേ നിധി വിട്ടുകൊടുത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമെല്ലാം തന്നെ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് പച്ചക്കറികളൊക്കെ കഴുകി എടുത്ത് ഓരോന്നോരോന്നായിട്ട് അരിയാൻ തുടങ്ങി. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, ഇതിങ്ങ് തന്നെ, ഞാൻ കഴുകിക്കോളാം. അങ്ങനെ ഓരോന്നോരോന്നായി കഴുകിയാൽ നമുക്ക് ഇന്നൊന്നും ഉണ്ണാൻ പറ്റില്ല. നിധിയെ അവിടെ നിന്നും മാറ്റി നിർത്തിയതിന് ശേഷം സുഭാഷ് അതെല്ലാം വേഗത്തിൽ തന്നെ കഴുകി. അത് കണ്ടപ്പോൾ നിധിക്ക് മനസ്സിലായി തനിക്ക് പല കാര്യങ്ങളും അത്ര അങ്ങ് വശമില്ലെന്ന്. സുധീഷും നികേഷും ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്നു. കണ്ടോടാ, എത്ര വലിയ ഐശ്വര്യമുള്ള വീട്ടിലെ കുട്ടിയായിട്ടും സുഭാഷേട്ടനെ സഹായിക്കാൻ അവൾക്കുള്ള ആ ഒരു മനസ്സ് കണ്ടോ എന്ന് സുധീഷ് പുകഴ്ത്തി പറഞ്ഞു. നികേഷ് അപ്പോൾ പഴയ പോലെ തന്നെ ഒരു തമാശ എറിഞ്ഞു. പെണ്ണ് കൊള്ളാം, പക്ഷേ കിട്ടിയ ചെക്കൻ നിങ്ങളെപ്പോലെ ഒരുത്തനായി പോയല്ലോ, അതുമാത്രം വലിയൊരു കുറവാണ്. സുധീഷ് അവനെ അടിക്കാൻ ആഞ്ഞപ്പോഴേക്കും നിധി പറഞ്ഞു, ഞാൻ എന്നാ ഈ തേങ്ങയെ ചിരവി തരാമെന്ന് പറയും. ഏയ് വേണ്ട മോളെ, ഞാനത് മിക്സിയിലിട്ട് അടിച്ചെടുത്തോളാമെന്ന് പറയാണ് സുഭാഷ്. എന്നാലും നിധി അടുക്കളയിൽ തന്നെ കൂടി. കുറച്ച് കഴിഞ്ഞ് ആഹാരമെല്ലാം തന്നെ തയ്യാറായി. എല്ലാവരും കഴിക്കാൻ വന്നു. അപ്പോൾ നിധി ശ്രദ്ധിച്ചു, ഭാസ്കരൻ മാത്രം കൂടെയില്ല. അച്ഛൻ ആഹാരം കൊടുത്തില്ലേ എന്ന് അവൾ തിരക്കിയപ്പോൾ, അച്ഛനെ പുറത്തു പോയി കൊണ്ടുപോയി കൊടുത്തോളാമെന്ന് സുഭാഷ് പറഞ്ഞു. അതെന്താ പുറത്ത്, ഇവിടെ കൂടെ ഇരുന്ന് കഴിക്കാറില്ലേ എന്ന് നിധി ചോദിച്ചപ്പോൾ സുഭാഷ് മടിയോടെ അച്ഛനെ അങ്ങ് അകത്തേക്ക് വിളിച്ചു. അകത്തിരുന്ന് കഴിക്കാനോ? ഇതെന്താ വലിയ കാര്യമാണെന്നോ എന്നൊക്കെ പറഞ്ഞുകൊടുത്തിൻ്റെ ഭാസ്കരൻ നേരെ അകത്തേക്ക് കയറി വന്നു. പുള്ളിക്ക് ചോറ് വിളമ്പിക്കൊടുത്തു. പക്ഷേ പുള്ളി കഴിക്കുന്നത് കണ്ടപ്പോൾ നിധിക്ക് ആകപ്പാടെ വല്ലാത്തൊരു അറപ്പും വെറുപ്പൊക്കെ തോന്നി. ചോറും കറിയും കൂടെ വാരി വലിച്ച് കുഴച്ച് ഉരുളാക്കി കഴിക്കുന്ന പുള്ളിയുടെ ആ ഒരു രീതി ഒട്ടും തന്നെ വൃത്തിയുള്ളതായിരുന്നില്ല. നികേഷും ഹരീഷും നിധിയുടെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കഴിക്കുന്നതിനിടയിൽ തന്നെ പുള്ളി ചുമക്കുകയും അവിടെ തന്നെ തുപ്പുന്നതൊക്കെ കണ്ടപ്പോൾ നിധിക്ക് ശരിക്കും വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നി. നികേഷ് പതുക്കെ ചെന്ന് അവളുടെ കാതിൽ പറഞ്ഞു, ഇപ്പം മനസ്സിലായോ എന്തിനാ അച്ഛനെങ്ങോട്ടേക്ക് വിളിക്കാത്തത് എന്ന്? പുള്ളിക്ക് മറ്റുള്ളവരെക്കുറിച്ച് യാതൊരുവിധ ചിന്തയുമില്ല. നിധിക്ക് എന്തു മറുപടി പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു. സുഭാഷ് കൂടുതൽ ചോറ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ വേണ്ടെന്ന് പറഞ്ഞു. പാവം നിധി ആ കാഴ്ച കണ്ടപ്പോഴേക്കും അവളുടെ വിശപ്പൊക്കെ അങ്ങ് പാകെ കെട്ടുപോയി. ഇതേ സമയത്തന്നെ നിധിയുടെ വീട്ടിൽ രാജീവനും അരുണും സാന്ദ്രയുമൊക്കെ ആഹാരം കഴിക്കാനിരിക്കുകയായിരുന്നു. അരുൺ എന്തോ ഒരു ലോകത്തായിരുന്നു. കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ച് നാളത്തേക്ക് നീക്കിവെക്കണമെന്ന് രാജീവ് പറയുന്നത് പോലും അവൻ കേട്ടില്ല. സാന്ദ്ര വിളിച്ചപ്പോഴാണ് അവൻ ഓർമ്മയിലേക്ക് വന്നത്. എടാ, ഞാൻ ഇത്രയും പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ എന്ന് രാജീവ് ചോദിച്ചപ്പോൾ അരുൺ പറഞ്ഞു, ഞാൻ നിധിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അച്ഛാ. അവൾ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടുവെങ്കിലും എനിക്ക് തീരെ സമാധാനമില്ല. അപ്പോഴേക്കും ഹേമ പറഞ്ഞു, അവൾ നല്ലൊരു കുടുംബത്തിലേക്കല്ലേ പോയത്. പക്ഷേ ആരെ അതിനെ എതിർത്തു? എന്ത് നല്ല കുടുംബം, അതൊരു കൊലപാതകിയുടെ കുടുംബമാണ്. സുധീഷിന്റെ അച്ഛൻ പണ്ട് ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ പോയ ആളാണ് എന്ന് ആര്യ പറഞ്ഞപ്പോൾ വീട്ടുകാർ മുഴുവൻ ആകെ സ്തംഭിച്ചു നിന്ന് പോയി. ആ വീട്ടിൽ പെണ്ണായിട്ട് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുത്തെ ആണുങ്ങൾ എങ്ങനെയാണെന്നോ അവിടുത്തെ സാഹചര്യം എന്താണെന്നോ നമുക്കൊന്നും അറിയില്ല. കൂടാതെ അവർ താമസിക്കുന്ന വീടിനെ ചൊല്ലി വലിയ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഭാസ്കരൻ കേസിൽ തോറ്റാൽ നിധിക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. ദൈവമേ, എൻ്റെ മോളുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ഹേമ പൊട്ടിക്കരഞ്ഞു. രാജീവ് അന്നേരം ഒന്നും മിണ്ടാതെ നേരെ മുറിയിലേക്ക് പോയി. നിധിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ.
ഇതേ സമയം സിറ്റൗട്ടിൽ നിധി ഏകാന്തയായിരിക്കുകയായിരുന്നു. സുധീഷ് അവിടേക്ക് വന്ന് എന്ത് പറ്റി എന്ന് കാര്യം തിരക്കി. കൊതുക് കടിക്കുന്നു എന്ന് അവൾ സങ്കടത്തോടെ പറഞ്ഞു. ഇവിടെ രാത്രിയിൽ കൊതുകിന്റെ ശല്യം കൂടുമെന്ന് സുധീഷ് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോൾ നിധി ഒരു ചോദ്യം എറിഞ്ഞു. സുധീഷേ, നിങ്ങളുടെ ആ ട്രാവൽ ഏജൻസി എവിടെയാണ്? അത് കേട്ടതോടുകൂടി തന്നെ സുധീഷ് ഒന്ന് ഞെട്ടി. കള്ളത്തരം എങ്ങാനും പിടിക്കപ്പെടുമോ എന്ന പേടി പുള്ളിയുടെ മുഖത്ത് വല്ലാതെ നേളിച്ചു. അത് കുറച്ചു ദൂരെയാണ്. പുള്ളി കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നിധിയോട് കള്ളം പറഞ്ഞു. അവിടെ എത്ര സ്റ്റാഫുണ്ട് എന്ന് നിധി വീണ്ടും ചോദിച്ചപ്പോൾ 6-7 പേരുണ്ട് എന്ന് നുണ പറയാണ് സുധീഷ്. എങ്കിൽ പിന്നെ ഞാനും അങ്ങോട്ടേക്ക് നിങ്ങളുടെ കൂടെ വരട്ടെ, എനിക്കിവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണ് എന്ന് നിധി പറഞ്ഞപ്പോൾ സുധീഷ് ശരിക്കും ഒന്ന് വിറച്ചു. ഓഫീസിലെ ജോലി അത്ര സുഖകരമല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒഴിഞ്ഞു മാറാൻ നോക്കി. ചേട്ടൻ്റെ കമ്പനി എവിടെയാണെന്നും നിധി തിരക്കി. പുള്ളി വലിയ ആർക്കിടെക്റ്റ് ആണ് എന്നാണല്ലോ സുധീഷ് സുഭാഷിനെ പറ്റിയിട്ട് നിധിയോട് പറഞ്ഞിട്ടുള്ളത്. ദൈവമേ, ഇവൾ ഇനി നാളെ എങ്ങാനും എൻ്റെ കൂടെ വരണമെന്ന് നിർബന്ധം പിടിച്ചാൽ പിന്നെ ഞാൻ എന്ത് മറുപടി പറയുമെന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ സുധീഷ് ആകെ ആശങ്കയിലായി. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ നാടകങ്ങളാണ് അരങ്ങേറാൻ പോകുന്നത് എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടി വരും. അങ്ങനെ സുധീഷിൻ്റെ ഉള്ളിൽ അപ്പോൾ വലിയൊരു തീ തന്നെ എരിയുന്നുണ്ടായിരുന്നു. നിധി നാളെ തൻ്റെ കൂടെ വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറും ഒരു ഡ്രൈവറായ താൻ എങ്ങനെ വലിയൊരു ട്രാവൽ ഏജൻസിയുടെ ഉടമയായി എന്ന് അഭിനയിക്കും? നിധി ആവട്ടെ ഈ സമയത്ത് പുറത്തെ നിലാവിലേക്ക് നോക്കി സുധീഷിന്റെ വിജയങ്ങളിൽ അഭിമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുമ്പോൾ സുധീഷിന് വലിയൊരു കുറ്റബോധം തോന്നി. അടുത്ത ദിവസം രാവിലെ വളരെ നേരത്തെ തന്നെ സുധീഷ് എഴുന്നേറ്റു. നിധി ഉണരുന്നതിനു മുൻപേ തന്നെ മുങ്ങാനായിരുന്നു അവൻ്റെ പ്ലാന്. പക്ഷേ ഭാഗ്യക്കേടിന് അടുക്കളയിൽ നിന്ന് ചായയുടെ മണം വരുന്നുണ്ടായിരുന്നു. നിധി നേരത്തെ തന്നെ എഴുന്നേറ്റ് സുഭാഷിനെ സഹായിക്കാൻ തുടങ്ങിയിരുന്നു കിച്ചണിൽ. സുധീഷ് പമ്മി പുറത്തേക്ക് കിടക്കാൻ നോക്കിയപ്പോൾ നിധി പിന്നിൽ നിന്ന് വിളിച്ചു. അല്ല സുധീഷേട്ടൻ, ഇത്ര നേരത്തെ തന്നെ ഇറങ്ങുവാണോ? ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞതല്ലേ? ഒരു 10 മിനിറ്റ് നിൽക്ക്, ഞാൻ ഇപ്പം തന്നെ റെഡിയാവാമെന്ന് പറയാണ് നിധി. അന്നേരം സുധീഷ് വിക്കി പറഞ്ഞു. അത് പിന്നെ നിധി, ഇന്ന് ഓഫീസിൽ വലിയൊരു ഇൻസ്പെക്ഷൻ ഉണ്ട്. അവിടെ തിരക്കിട്ട പണികളാണ്. നീ ഇന്ന് വന്നു കഴിഞ്ഞാൽ എനിക്കതിലൊന്നും തന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. നമുക്ക് മറ്റൊരു ദിവസം പോവാം. പക്ഷേ നിധി അന്നേരം വിട്ടുകൊടുക്കാനൊന്നും ഭാവമില്ലായിരുന്നു. സാരമില്ല സുധീഷേട്ടാ, ഞാൻ അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോളാം. നിങ്ങളുടെ പണിയൊക്കെ ഒന്ന് കാണണമെന്ന് എനിക്കുണ്ട്. ഒടുവിൽ സുഭാഷ് അതിൽ ഇടപെട്ടു. നീ അവളെയും കൂട്ടി കൊണ്ടുപോടാ സുധീഷേ, അവൾക്കും ഒരു മാറ്റമുണ്ടാവുമല്ലോ. അന്നേരം സുഭാഷിനോട് മറുത്തൊന്നും പറയാനാവാതെ സുധീഷ് നിധിയെയും കൂട്ടിക്കൊണ്ട് തന്റെ ബൈക്കിൽ കയറി അവിടെ നിന്നും ഇറങ്ങി. വഴിയിലുടനീളം സുധീഷ് ഓരോ കള്ളത്തരങ്ങൾ അങ്ങനെ ആലോചിച്ചു കൂട്ടി. ടൗണിലെ വലിയൊരു കെട്ടിടത്തിന് മുകളിലെത്തിയപ്പോൾ സുധീഷ് വണ്ടി നിർത്തി. ഇതാണ് എൻ്റെ ഓഫീസ്, നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ സുധീഷ് അകത്തേക്ക് ഓടി. സത്യത്തിൽ പുള്ളി ആ കെട്ടിടത്തിൻ്റെ ഒരു മുതലാളിയുടെ ഡ്രൈവറായിരുന്നു. അവിടെ ചെന്ന് തൻ്റെ സുഹൃത്തായ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു. എടാ, എൻ്റെ ഭാര്യ കൂടെയുണ്ട്, ഞാൻ വലിയൊരു മുതലാളിയാണെന്നാണ് അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പ്ലീസ് നീ എന്നൊന്ന് സഹായിക്കണം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. സുധീഷിന്റെ യഥാർത്ഥ മുതലാളി ആ സമയം അവിടെ കാറിലെത്തി. മുതലാളി സുധീഷിനെ കണ്ട് വിളിച്ചു. സുധീഷേ, ഇന്ന് താമസിച്ചില്ലല്ലോ, വേഗം വണ്ടിയെടുക്ക്, നമുക്കൊരു സൈറ്റ് വരെ പോവാനുണ്ട്. ഇത് കേട്ട് പകച്ചു നിൽക്കുന്ന നിധിയെ നോക്കി സുധീഷ് തല കുനിച്ചു. എല്ലാ കള്ളങ്ങളും ആ നിമിഷം തന്നെ അവിടെ അങ്ങ് തകർന്നു വീഴുകയായിരുന്നു. നിധിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു. സുധീഷേട്ടൻ ഇത്രകാലം പറഞ്ഞതെല്ലാം നുണയാണ് എന്നും അയാൾ ഒരു വലിയ ബിസിനസ്സുകാരനൊന്നുമല്ല, വെറും ഒരു ഡ്രൈവറാണ് എന്ന സത്യമെല്ലാം തന്നെ അവൾക്കത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എന്നാൽ ആ തകർച്ചയിലും നിധി മറ്റൊരു കാര്യം ചിന്തിച്ചു. തന്നെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് പുള്ളി ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞത്. സുധീഷ് അവളുടെ അരികിൽ വന്നുകൊണ്ട് തന്നെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. നിധി, നീ എന്നോട് ക്ഷമിക്കണം. നിന്നെ നഷ്ടപ്പെടുമെന്ന പേര് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നിധി കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. അത്രത്തോളം ദേഷ്യമായിരുന്നു നിധിയുടെ മനസ്സിൽ. പിന്നെ സുധീഷിന്റെ കൈകളെല്ലാം ചേർത്തി പിടിച്ചുകൊണ്ട് തന്നെ നിധി പറഞ്ഞു. സുധീഷേട്ടാ, എനിക്ക് വേണ്ടത് നിങ്ങളുടെ പണമോ പദവിയോ ഒന്നും തന്നെയല്ല. പക്ഷേ ഇനി ഒരിക്കലും നിങ്ങൾ എന്നോട് കള്ളം പറയരുത് എന്ന് പറയും. അങ്ങനെ അന്ന് വൈകുന്നേരം അവർ വീട്ടിലേക്ക് മടങ്ങിയത് കൂടുതൽ അടുത്ത സുഹൃത്തുക്കളായിട്ടാണ്. ആ കൊച്ചു വീട്ടിലെ ദാരിദ്ര്യത്തെക്കാൾ വലുതാണ് തങ്ങൾക്കിടയിലുള്ള വിശ്വാസമെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞു. ഭാസ്കരന്റെ പാട്ടും സുധീഷിന്റെ കരുതലുമായി ആ വീട്ടിൽ പുതിയൊരു വെളിച്ചം ഉദിക്കുന്നുണ്ടായിരുന്നു. നിധി തന്റെ പഴയ പ്രതാപങ്ങൾ മറന്ന് ആ കുടുംബത്തിന്റെ ഭാഗമായി മാറി. കള്ളത്തരങ്ങളെല്ലാം തന്നെ നിധി ഇടപെട്ട് അവസാനിപ്പിച്ചുവെങ്കിലും ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.